സാറേ ഞങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗില് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് വിവാഹ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള ടെൻഷൻ എന്താന്ന് ചോദിക്കുമ്പോ പല പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അമ്മായിയമ്മ. ഞാൻ ചെന്ന് കയറുമ്പോഴത്തേനും എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നതെല്ലാം പറയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ മനുഷ്യനെ കണ്ടത് ഒരു 25-ാമത്തെ വയസ്സിലാണ്. അപ്പൊ അത്രയും ആരോഗ്യമുള്ള മിടുക്കനായ സുന്ദരനായിട്ട് ഉള്ള ഒരു വ്യക്തിയായിട്ട് ഈ മനുഷ്യനെ മാറ്റിയത് ഈ അമ്മയാണ്. അതുകൊണ്ട് ആ ഒരു ഗർഭപാത്രത്തെ ഓർത്ത് നിങ്ങൾ ആ സ്ത്രീയെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ബാക്കിയല്ല അവിടെ ഇല്ല, മറക്കരുത്, ഒരിക്കലും മറക്കരുത്. നമ്മൾ ഈ വരുന്ന മക്കളെ സ്വന്തം മക്കളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒന്നും പിന്നെ അമ്മായിപ്പം പ്രശ്നം ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെ. അമ്മായിപ്പം ഉണ്ടാക്കുന്ന ഒരിക്കലും ഉണ്ടാക്കണില്ല. അയ്യോ അതറിയാൻ പാടില്ല. ഞങ്ങളുടെ അടുത്ത് തന്നെ കേസുകൾ അമ്മായിപ്പനും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അമ്മായിയപ്പനും മരുമോളും കൂടെ സൗമ്യമായിട്ട് സംസാരിച്ച അമ്മായിയമ്മക്ക് സംശയം കൂടെയാണ് അമ്മായിപ്പൻ. അനുഭവമുള്ള കേസുകൾ തന്നെ നൂറുകണക്കിന് കേസുകൾ വരുന്നുണ്ട്. അങ്ങനെ അത് അമ്മായിപ്പം മരുമോളോട് കുറച്ച് സൗമ്യമായിട്ട് സംസാരിക്കും, സാരമില്ല പോട്ടെ പിന്നീട് പരിഹരിക്കാന്ന് പറഞ്ഞാൽ അമ്മായിയമ്മക്ക് അത് കയറിക്കൊള്ളും. അമ്മായിയമ്മ അത് ശരിയായില്ല, നിങ്ങൾ എന്താ അത് പ്രശ്നം, അത് ശരിയല്ല. സാറേ ഈ മക്കളെ ഞാൻ പറയട്ടെ, ഇപ്പം വരുന്ന മക്കളോട് പോര് കുത്തണം എന്നുള്ള മനോഭാവം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരുന്ന മോള് ആ അമ്മയെ അമ്മയായിട്ടും കാണണം, ഈ അമ്മ അവളെ മോളായിട്ടും കാണണം. എന്റെ വീട്ടിൽ എന്റെ മരുമകൾ എനിക്ക് പൊന്ന, എനിക്ക് എന്റെ കൂട്ടുകാരിയാണ്, എന്റെ മകൾ മാത്രം എന്റെ കൂട്ടുകാരിയാണ്. അപ്പൊ ഈ വയസ്സാം കാലത്ത് ഈ മോളെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ മരുമോൾ ഓടി വരണമെങ്കിൽ നമ്മൾ അവളോട് ഇച്ചിരി സ്നേഹം കാണിക്കണ്ടേ? അപ്പൊ ആദ്യമേ അല്ല എന്റെ കാര്യം തന്നെ പറയണ ഉള്ള കാര്യം. ഞാൻ എന്റെ മോളെ മകളെ പോലെ കൂട്ടുകാരി പോലെ കാണുന്നത്. എല്ലാം ഒരു മോഡൽ മരുമകള് കറക്റ്റ് ആണല്ലോ അല്ലേ? മരുമകള് അറിയാം.